നമുക്ക് തിരുവനന്തപുരത്തേക്കൊന്ന് പോകാം. അവിടെ നിന്ന് അശ്വിൻ ഡിയാഗോ വീണ്ടും ചേരുകയാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഒരുപാട് പേർ ചോദിക്കുകയാണ് മഴയുടെ കാര്യം. അപ്പോൾ എവിടെയൊക്കെ മഴ പെയ്യുമെന്നുള്ളതിൽ നമുക്കൊരു വ്യക്തത കൊടുക്കാം പ്രേക്ഷകർക്ക്, അല്ലേ? കേരളത്തിൽ മഴ കനക്കും. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടുമുണ്ട്. അശ്വിൻ, പറയൂ മഴ വിവരങ്ങൾ. തീർച്ചയായും സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ കനക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വരുന്ന 5 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നതും. അതുകൊണ്ട് തന്നെ വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നെന്തായാലും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് എന്നുള്ളതാണ്. യെല്ലോ അലർട്ട് ഉള്ളത് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 15-ാം തീയതി എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 16-ന് എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലുമാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഴയ്ക്കുള്ള സാധ്യതയില്ല എന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നതെങ്കിൽ പോലും ഇടവിട്ട നേരങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ശക്തമായ മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടി ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള പ്രതിരോധം മുന്നറിയിപ്പുകൾ എന്തായാലും ഇപ്പോൾ ഭരണകൂടങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ശക്തമായി കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, തീരദേശങ്ങളിലൊക്കെ ഉയർന്ന തിരമാലയ്ക്കും ഉള്ള മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും നിലവിൽ എന്തായാലും മത്സ്യബന്ധനത്തിന് വിലക്കോ മറ്റ് തടസ്സങ്ങളോ ഇല്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. റോഷിനി. അശ്വിൻ, മറ്റൊന്ന്, ഈ ഷാർജയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തി സ്വയം കൊല്ലം സ്വദേശിയായ യുവതി മരിച്ചതിൽ പോലീസ് കേസെടുക്കും. വിഭജികയുടെ അമ്മയുടെ പരാതിയിലാണ് പോലീസ് കേസെടുക്കുക. കുണ്ടറ പോലീസ് അമ്മ ശൈലജയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. ഈ കുടുംബത്തിന് തന്നെ ഒരുപാട് ആരോപണങ്ങളുണ്ട്, അല്ലേ? പക്ഷേ തീർച്ചയായും ചൊവ്വാഴ്ചയാണ് ഷാർജയിൽ വിഭജികയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഭർത്തൃ വീട്ടുകാരുടെയും അതുപോലെ തന്നെ ഭർത്താവിന്റെയും പീഡനത്തെ തുടർന്നാണ് മകൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് വിഭജികയുടെ അമ്മ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിഭജികയുടെ അമ്മ ഇന്ത്യൻ എംബസിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കുണ്ടറ പോലീസ് ഇപ്പോൾ നിലവിൽ അമ്മയുടെ പരാതിയിൽ കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് അമ്മയുടെ പരാതിയിൽ കേസെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ കുണ്ടറ പോലീസ് അമ്മയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഇവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ഭർത്തൃ വീട്ടുകാരുടെയും അതുപോലെ തന്നെ ഭർത്താവിന്റെയും പീഡനത്തെ തുടർന്നാണ്, മാനസിക പ്രശ്നങ്ങളെയും തുടർന്നാണ്, അതായത് മാനസികമായിട്ടുള്ള ഇവർ നടത്തിയിരുന്ന ടോർച്ചറും കൊണ്ടാണ് മകൾ ആത്മഹത്യ ചെയ്തത് എന്ന് തന്നെയാണ് ഈ അമ്മ എന്തായാലും ഇപ്പോൾ പറയുന്നത്. ഇവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യാനാണ് ഇപ്പോൾ എന്തായാലും പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഭർത്താവ് നിതീഷിനെതിരെയാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്. കഴിഞ്ഞ ദിവസം വിഭജികയുടെ ഡയറി കുറിപ്പുകൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്, താൻ നേരിട്ടിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിഭജിക ഡീറ്റെയിൽ ആയി തന്നെ തന്റെ ഡയറി കുറിപ്പിൽ എഴുതിയിരുന്നു എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലായി തനിക്ക് താൻ നേരിട്ട ദുരനുഭവങ്ങൾ, ഭർത്താവിന്റെ അച്ഛനിൽ നിന്നും നേരിട്ട ദുരനുഭവങ്ങൾ, മറ്റു സുഹൃത്തുക്കൾ, അതായത് കിടപ്പറയിൽ വരെ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ച് വിഭജിക വിശദമായി തന്നെ ഒരു ഡയറി കുറിപ്പ് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അമ്മ കോട്ടയം അതുപോലെ തന്നെ കൊല്ലം പോലീസ് ജില്ലാ മേധാവികൾക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ വിഭജിക ഇട്ടിരുന്ന പോസ്റ്റ് അത് ചർച്ചയായിരുന്നു. പിന്നീട് ഇത് ആരോ ഈ മരണപ്പെട്ടതിന് ശേഷം ആരോ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതടക്കം തെളിവുകളായി സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതും കൊല്ലത്തേക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഭജിക നേരിട്ടിരുന്നത് കൊടും പീഡനമാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അമ്മ ഒരു വിശദമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. അതിൽ പോലീസ് ഇന്ന് അമ്മയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. റോഷിനി. മറ്റൊരു വിശേഷമുണ്ടല്ലോ, ഇന്ന് ആറന്മുള വള്ളസദ്യക്ക് തുടക്കമാവുകയാണ്. രാവിലെ 11 മണിക്ക് മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. 7 പള്ളിയോടങ്ങളാണ് ഇന്ന് വള്ളസദ്യയിൽ പങ്കെടുക്കുക. വള്ളസദ്യ ഒക്ടോബർ 2-ന് സമാപിക്കും. പറയൂ അശ്വിൻ. റോഷി, തീർച്ചയായും വള്ളുവനാടൻ രുചിഭേദങ്ങളുടെ ഒരു ആഘോഷമാണ്. മാത്രമല്ല,
ആഗ്രഹ സഫലീകരണത്തിന് അന്നദാന പ്രഭുവായ പാർത്ഥസാരഥിക്കുള്ള ഒരു വഴിപാടാണ് ഈ ആറന്മുള വള്ളസദ്യ എന്നുള്ളത്. ചരിത്രപ്രസിദ്ധമായ ഭക്ഷണ മാമാങ്കമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 11 മണിക്ക് ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാറാണ് ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുക. മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യും. മാത്രമല്ല ജനപ്രതിനിധികൾ, പള്ളിയോട പ്രതിനിധികൾ, ദേവസ്വം ഭാരവാഹികളടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. ആറന്മുള പള്ളിയോട സേവാ സംഘവും ദേവസ്വം ബോർഡും സംയുക്തമായാണ് ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കുക. റാന്നി, ഇടക്കുളം മുതൽ ചെന്നിത്തല വരെ 52 പള്ളിയോട കരകൾ ഈ വള്ളസദ്യയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. 400 വള്ളസദ്യകൾ ഇതിനോടകം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ. ഇന്നെന്തായാലും 7 പള്ളിയോടങ്ങൾ വള്ളസദ്യയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒക്ടോബർ 2-നാണ് ഈ വള്ളസദ്യ അവസാനിക്കുക. റോഷ്നി. ഓക്കെ, അശ്വിൻ ഡിയാഗോയാണ് ഇത്രയധികം വാർത്തകൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചത്.